SSLC പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ കണ്ണൂർ ആലക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥിക്ക് 2 വിഷയങ്ങളിൽ ഗ്രേഡ്. TA ധനീഷിനാണ് വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷ എഴുതാതെ ഗ്രേഡ് നൽകിയത്. ആലക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥിക്ക് 2 വിഷയങ്ങളിൽ ഗ്രേഡ് കാണിച്ച് പരീക്ഷാഫലം പുറത്തുവിട്ടിരിക്കുന്നത്. 229 പേരാണ് ഇവിടെ നിന്നും പരീക്ഷയ്ക്ക് അപേക്ഷിച്ചത്. എന്നാൽ പിന്നീട് TA ധനീഷ് എന്ന വിദ്യാർത്ഥി പരീക്ഷ എഴുതുന്നത് ക്യാൻസൽ ചെയ്യണമെന്ന് കാണിച്ച് അപേക്ഷ സമർപ്പിച്ചിരുന്നു. പരീക്ഷ എഴുതുന്നത് റദ്ദ് ചെയ്ത് ഉത്തരവും വന്നു. ധനീഷ് SSLC പരീക്ഷയിൽ ഒരു വിഷയവും എഴുതിയിരുന്നില്ല. എന്നാൽ റിസൾട്ട് പുറത്തുവിട്ടപ്പോൾ 228 പേർ പരീക്ഷ എഴുതിയതിൽ 229 പേരുടെ റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്നു. പരീക്ഷ എഴുതാത്ത ധനീഷിന് മാത്തമാറ്റിക്സിൽ C+ഉം IT പരീക്ഷയിൽ E ഗ്രേഡും ലഭിച്ചിരിക്കുന്നു. സംഭവം വിവാദമായതോടെ റിസൾട്ട് സൈറ്റിൽ നിന്നും പിൻവലിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തൃശൂർ പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നതിനെതിരെ കേന്ദ്ര മൃഗക്ഷേമ ബോർഡ് രംഗത്തെത്തി. അനുമതിയില്ലാത്ത പൂരത്തിന് എഴുന്നള്ളത്ത് നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നും സംസ്ഥാന സർക്കാർ നിയമലംഘനം ഉണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും മൃഗക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കി. കേന്ദ്ര മൃഗക്ഷേമ ബോർഡിന്റെ അനുമതിയില്ലാതെയാണ് തൃശൂർ പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സ് എന്ന സംഘടന നൽകിയ പരാതിയിലാണ് മൃഗക്ഷേമ വകുപ്പിന്റെ നടപടി. 2001 പെർഫോമിംഗ് ആനിമൽസ് രജിസ്ട്രേഷൻ റൂൾ പ്രകാരം പൂരം സംഘാടകർ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് അനുമതി പത്രം വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആനകളെ എഴുന്നള്ളിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് കേന്ദ്ര മൃഗക്ഷേമ ബോർഡ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടി. ഈ കേന്ദ്ര മൃഗക്ഷേമ ബോർഡിന്റെ അനുമതി പത്രവും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും വാങ്ങിക്കാതെ തൃശ്ശൂർ പൂരത്തിന് 100-ലധികം ആനകളെ അണിനിരത്തുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പരമ്പരാഗത ആചാരങ്ങളുടെ ഭാഗമായാണ് പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നതെന്നും 2001 നിയമം ഇക്കാര്യത്തിൽ ബാധകമല്ലെന്നുമാണ് സംഘാടകരായ ദേവസ്വങ്ങളുടെ വാദം. ആന എഴുന്നള്ളത്തെ തടഞ്ഞില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാറ്റൂർ കേസിലെ പ്രതിയായ സോമശേഖരൻ നായർക്ക് മന്ത്രി VS ശിവകുമാറിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമനം. കേസ് ലോകായുക്ത പരിഗണിക്കുന്നതിനിടെയാണ് തിടുക്കപ്പെട്ട നിയമനം. വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരിക്കെ സോമശേഖരൻ നായർ ഇടപെട്ടതായി ADGP കണ്ടെത്തിയിരുന്നു. പാറ്റൂർ കേസിൽ പ്രതി ചേർക്കപ്പെട്ട റിട്ടയർഡ് വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ S സോമശേഖരൻ നായർക്കാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമനം നൽകിയത്. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കുന്നതിനുള്ള മന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശം പൊതുഭരണ വകുപ്പ് അംഗീകരിച്ച ഉത്തരവായി. പാറ്റൂരിലെ അനധികൃത ഫ്ളാറ്റ് നിർമ്മാണം ലോകായുക്ത പരിഗണിക്കുന്നതിനിടെയാണ് തിടുക്കപ്പെട്ടുള്ള നിയമനം. സോമശേഖരൻ നായർ ഉൾപ്പെടെ 15 ഉദ്യോഗസ്ഥർക്ക് കേസിൽ കക്ഷി ചേർത്ത് ലോകായുക്ത നോട്ടീസ് അയച്ചിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി സോമശേഖരൻ നായർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വഴിവിട്ടിടപെട്ടതായി വിജിലൻസ് ADGP ജേക്കബ് തോമസും കണ്ടെത്തിയിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് കയ്യേറാൻ ഫയലിൽ തിരിമറി നടത്തിയതായാണ് ADGP കണ്ടെത്തിയത്. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് അനധികൃത ഇടപെടൽ പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടായിരുന്നു ലോകായുക്തയുടെ നോട്ടീസ്. 2006-2008 കാലയളവിൽ പാറ്റൂർ ഡിവിഷന്റെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ആയിരിക്കെ സോമശേഖരൻ നായർ ഒപ്പിട്ട ഫയലുകളാണ് ADGP പരിശോധിച്ചത്. അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ലഭിച്ചത് സോമശേഖരൻ നായർ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് നിയമനമെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു. MR സജേഷ്, തിരുവനന്തപുരം. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാമിനെതിരെ പരാതി. പുരുഷൻ കടലുണ്ടി MLA ആണ് വിജിലൻസ് ഡയറക്ടർക്കും ഗവർണർക്കും പരാതി നൽകിയത്. ഔദ്യോഗിക പദവിയിലിരിക്കെ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം നടത്തിയതായി തെളിവുകൾ സഹിതമാണ് പരാതി നൽകിയത്. ഔദ്യോഗിക പദവിയിലിരിക്കെ ഡോക്ടർ അബ്ദുൽ സലാം വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം നടത്തിയതായി ചൂണ്ടിക്കാട്ടിയാണ് തെളിവുകൾ സഹിതം സെനറ്റ് മെമ്പറും MLAയുമായ പുരുഷൻ കടലുണ്ടി പരാതി നൽകിയത്. ഗവർണർക്കും വിജിലൻസ് ഡയറക്ടർക്കുമാണ് പരാതി നൽകിയത്. വൈസ് ചാൻസലറായി ഡോക്ടർ അബ്ദുൽ സലാം ചുമതലയേറ്റതു മുതൽ ബാങ്ക് നിക്ഷേപത്തിൽ വരുമാനവുമായി പൊരുത്തപ്പെടാത്ത വർധനവാണുള്ളതെന്ന് പരാതിയിൽ പറയുന്നു. സ്വത്ത് സമ്പാദിച്ചതായി തെളിവുകൾ സഹിതമാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. ബാങ്ക് നിക്ഷേപത്തിൽ വരുമാനവുമായി പൊരുത്തപ്പെടാത്ത വർധനവാണ് കാണിക്കുന്നത്. ഈ വിജയകുമാരൻ എന്ന് പറഞ്ഞ വിജയകുമാരൻ നായരുമായിട്ടുള്ള ഒരു അവിഹിത ബന്ധമുണ്ട്. കാസ് ലാബ് എന്ന് തുടങ്ങിയ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുണ്ട്. വിവിധ ബാങ്കുകളിൽ മക്കളുടെ പേരുള്ള നിക്ഷേപത്തെക്കുറിച്ചും അവരുടെ ഉപരിപഠനത്തിനായി ഭീമമായ തുക ചെലവഴിച്ചതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നും പരാതിയിൽ പറയുന്നു. 2014 ജൂലൈയിൽ വിജയൻ നായർക്ക് പുതിയ ആർക്കിടെക്ചറൽ കോളേജ് സ്ഥാപിക്കാൻ അനുമതി കൊടുത്തതിന്റെ രേഖകളും പരാതിയോടൊപ്പം വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി. കോഴിക്കോട്, വയനാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഭൂമി വാങ്ങിക്കൂട്ടിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷണം വേണമെന്നും പരാതിയിലൂടെ MLA ആവശ്യപ്പെട്ടു.
IPC 165, 477A, 120A, 120B എന്നീ വകുപ്പുകൾ പ്രകാരം അന്വേഷണം നടത്തി അബ്ദുൾ സലാമിനെ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കണമെന്നും പരാതിയിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാലക്കാട് അൺഎയ്ഡഡ് സ്കൂളിൽ അധ്യാപികമാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടു. ചെർപ്പുളശ്ശേരി മൗലൂഡ് സെൻട്രൽ സ്കൂളിലെ 17 അധ്യാപികമാർക്കെതിരെയാണ് മാനേജ്മെന്റിന്റെ നടപടി. തെറ്റായ നടപടികൾ ചോദ്യം ചെയ്തതും സ്കൂളിൽ സംഘടനാ പ്രവർത്തനം ആരംഭിച്ചതുമാണ് 15 വർഷം വരെ സർവീസുള്ളവരെ പിരിച്ചുവിടാൻ കാരണം. സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു അൺഎയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് 17 അധ്യാപികമാരെ ഒരുമിച്ച് പിരിച്ചുവിടുന്നത്. അതും 3 മുതൽ 15 വർഷം വരെ സർവീസുള്ളവരെ. മലപ്പുറം ആസ്ഥാനമായ മഹദീൻ അക്കാദമിയുടെ കീഴിലുള്ള പാലക്കാട് ചെർപ്പുളശ്ശേരിയിലെ മൂളൂർ സെൻട്രൽ സ്കൂളിലാണ് കൂട്ടപ്പിരിച്ചുവിടൽ നടന്നത്. തൊഴിൽ ചൂഷണത്തിനെതിരെയും മാനേജ്മെന്റ് പീഡനത്തിനെതിരെയും പ്രതികരിച്ചതാണ് പ്രതികാര നടപടിക്ക് കാരണമെന്ന് പിരിച്ചുവിടപ്പെട്ടവർ പറയുന്നു. കേരള അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് യൂണിയന്റെ ഘടകം രൂപീകരിച്ചതും മാനേജ്മെന്റിനെ പ്രകോപിപ്പിച്ചു. 15 വർഷം വരെ സർവീസുള്ളവർക്ക് പോലും 10,000 രൂപയിൽ താഴെയാണ് ശമ്പളം നൽകിയിരുന്നതെന്നും പിരിച്ചുവിടപ്പെട്ടവർ പറഞ്ഞു. ഭീഷണി പോലെ, അതായത് ഞങ്ങളാരും സംഘടനയിൽ പ്രവർത്തിക്കാൻ പാടില്ല, നമ്മൾ സംഘടനാപരമായിട്ട് ലീഡേഴ്സായിട്ട് ബന്ധപ്പെടാൻ പാടില്ല, ആ രൂപത്തിലൊക്കെ ടീച്ചേഴ്സിനോട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തുടർന്ന് പോവുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. സാലറി ഒക്കെ ഞങ്ങൾക്ക് ഇത് നിശ്ചയിച്ച പ്രകാരമുള്ളതൊന്നും ഞങ്ങൾക്ക് തരുന്നില്ല. വളരെ മോശമായിട്ട് തന്നെയാണ് തരുന്നത്. ഇൻക്രിമെൻ്റ് ഒക്കെ വളരെ ചുരുങ്ങിയ ഇൻക്രിമെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഇതുവരെ ആരും പെന്നിൻ്റെ അബോ ആരും വാങ്ങുന്നവർ തന്നെ ഇല്ല. വർഷങ്ങളായി ജോലി ചെയ്യുന്നവരെ ഒഴിവാക്കാനായി വീണ്ടും അഭിമുഖം നടത്തി വിഷയവുമായി ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചതായും ആക്ഷേപമുണ്ട്. എന്നാൽ അഭിമുഖം ഒരു നടപടിക്രമം മാത്രമാണെന്നും സ്കൂളിലെ വിജയശതമാനം ഇടിഞ്ഞതാണ് മികവ് കുറഞ്ഞവരെ ഒഴിവാക്കാൻ കാരണമെന്നുമാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. കൂട്ടപ്പിരിച്ചുവിടലിനെതിരെ CPIM അടക്കമുള്ള പാർട്ടികളും മറ്റ് സംഘടനകളും പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. ബിജു രമേശ് കോടതിയിൽ നൽകിയ 30 പേജ് രഹസ്യമൊഴിയുടെ പകർപ്പ് പീപ്പിളിന്. മന്ത്രി K ബാബുവിന് പണം നൽകിയതായി മൊഴി. 10 കോടിയാണ് നൽകിയത്. ബാബു ആവശ്യപ്പെട്ടിടത്ത് പണം എത്തിച്ചു. ബാർ ലൈസൻസ് പുതുക്കാൻ ഓരോ വർഷവും പണം നൽകിയിരുന്നു. 50 ലക്ഷം രൂപ പാലായിലെ വീട്ടിൽ വെച്ച് മാണിക്ക് കൈമാറിയതായും മൊഴി. 30 പേജുള്ള രഹസ്യമൊഴിയുടെ പകർപ്പാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. മന്ത്രി KM മാണിയും മന്ത്രി K ബാബുവും ബാർ ഉടമകളിൽ നിന്നും പണം വാങ്ങിയതിന്റെ വിശദാംശങ്ങൾ മൊഴിയിലുണ്ട്. അതോടൊപ്പം കേസ് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളും മൊഴിയിൽ വിശദീകരിക്കുന്നു. മന്ത്രി KM മാണിക്ക് 3 ഘട്ടമായാണ് 1 കോടി രൂപ നൽകിയത്. ആദ്യം 15 ലക്ഷം രൂപയും പിന്നീട് 50 ലക്ഷം രൂപയും പാലായിലെ വീട്ടിൽ വെച്ച് നൽകി. അതിനുശേഷം 35 ലക്ഷം രൂപ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ വെച്ചും നൽകി. ബാർ അസോസിയേഷൻ നേതാക്കളായ രാജ്കുമാർ, MD ധനേഷ്, കൃഷ്ണദാസ്, ജോൺ കരാട്ട് തുടങ്ങിയവർ ഇതിൽ പങ്കാളികളാണ്. മന്ത്രി K ബാബുവിന് 10 കോടി രൂപ നൽകിയതിന്റെ വിശദാംശങ്ങൾ മൊഴിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബാർ ലൈസൻസ് ഫീസ് 22 ലക്ഷത്തിൽ നിന്നും 30 ലക്ഷം രൂപയായി ഉയർത്താൻ തീരുമാനിച്ചു. ബജറ്റിന് മുമ്പ് നടന്ന ചർച്ചയിലാണ് തീരുമാനം. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബാർ ഉടമകളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു. നികുതി സെക്രട്ടറി, എക്സൈസ് കമ്മീഷണർ തുടങ്ങിയവർ മന്ത്രി K ബാബുവിന്റെ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിൽ ഫീസ് കുറയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായില്ല. യോഗത്തിന് ശേഷം ബാർ ഉടമകളുമായി നടത്തിയ ചർച്ചയിൽ ഫീസ് 23 ലക്ഷമായി നിജപ്പെടുത്തി. ഇതിന് 10 കോടി രൂപ K ബാബുവിന് നൽകി. പുതിയ ബാർ ലൈസൻസ് നൽകുവാൻ 25 ലക്ഷം രൂപ വീതവും ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കാൻ 15 ലക്ഷം രൂപ വീതവും K ബാബു കൈക്കൂലി വാങ്ങിയതായും ബിജു രമേശ് മൊഴിയിൽ പറയുന്നു. ബാർ കോഴ കേസ് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളും ബിജു രമേശ് മൊഴിയിൽ വിശദീകരിക്കുന്നു. ബാർ ഉടമകൾ വിജിലൻസിന് കൊടുത്ത മൊഴിയുടെ പകർപ്പ് മന്ത്രി PJ ജോസഫിന്റെ കയ്യിലെത്തി. ഇത് വെച്ചാണ് കേസ് അട്ടിമറിക്കാൻ ബാർ ഉടമകളുമായി ചർച്ച നടത്തിയത്. KM മാണിയെ കേസിൽ നിന്ന് രക്ഷിക്കാൻ ബാർ ഉടമകൾ യോഗം ചേർന്നിട്ടുണ്ട്. യോഗത്തിൽ താനും പങ്കെടുത്തിരുന്നു. യോഗത്തിനിടെ ജോസ് K മാണി MP ജോൺ കല്ലാട്ടിനെ വിളിച്ച് യോഗത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞിരുന്നുവെന്നും ബിജു രമേശ് മൊഴിയിൽ വ്യക്തമാക്കി. NV ബാലകൃഷ്ണൻ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബിജു രമേശിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് K ബാബു. ബിജു രമേശിനെതിരെ ഒരാഴ്ചയ്ക്കുള്ളിൽ നിയമ നടപടി കൈക്കൊള്ളുമെന്ന് ബാബു പറഞ്ഞു. സർക്കാരിനെ അട്ടിമറിക്കാൻ ബിജു രമേശ് CPIMുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും ബാബു ആരോപിച്ചു. ലാഭമാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നിന്ന് എനിക്ക് 10 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഒരു 50-50 എങ്കിലും ഉള്ളൊരു നിലപാട് വേണമല്ലോ. അല്ലാതെ ആരെങ്കിലും തരുമോ? അതിനകത്ത് ഒരു അടിസ്ഥാനവും ഇല്ല. ബിജു രമേശിനെ ഒരു ചട്ടുകമായിട്ട് ഉപയോഗിച്ച് CPM രാഷ്ട്രീയം ഗൂഢാലോചന നടത്തുന്നതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. ആദ്യത്തെ പ്രതികരണം ബിജു രമേശിൻ്റെ വന്നത് ഒക്ടോബർ 31. അന്നെന്താ എൻ്റെ പേര് പറയാഞ്ഞത്? അതിനുശേഷം ഞാൻ എത്ര പ്രാവശ്യം വെല്ലുവിളിച്ചു. അപ്പോൾ ഇതിനകത്ത് യാതൊരു അടിസ്ഥാനവും ഇല്ല. നോട്ടീസ് അയച്ചു, അതിനുശേഷം കേസ് ഫയൽ ചെയ്യുക. ആ വക്കീലുമായിട്ട് എനിക്കൊന്ന് ഇരിക്കണം, കോടതി അടച്ചിരിക്കുകയാണ്. അതിൻ്റെ മാത്രമൊക്കെ തീർച്ചയായിട്ടും കേസ് ഫയൽ ചെയ്യും. ഒരാഴ്ചക്കുള്ളിൽ കേസ് ഫയൽ ചെയ്യും. ബിജു രമേശിന്റെ രഹസ്യമൊഴി വിജിലൻസിന് കിട്ടിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും മൊഴി വിജിലൻസിന് നൽകിയിട്ടില്ല.
മൊഴി ലഭിച്ച ശേഷമേ അന്വേഷണ കാര്യത്തിൽ തീരുമാനമെടുക്കൂ. മൊഴി എങ്ങനെയാണ് പുറത്തു വന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. വിജിലൻസിൻ്റെ ആവശ്യപ്രകാരമാണ് 164 എടുത്തത്. ആ 164 എടുത്ത സാഹചര്യത്തിൽ ആദ്യം വിജിലൻസിന് അപേക്ഷ കൊടുത്തിട്ട് ആദ്യം കൊടുക്കേണ്ടത് വിജിലൻസിനാണ്. കൊടുക്കാതെ എങ്ങനെ പുറത്തു വന്നു എന്ന് എനിക്കറിയില്ല. അതിനെ അന്വേഷിക്കേണ്ട കാര്യമാണ്. വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർക്ക് രേഖ കിട്ടാതെ അതേ സംബന്ധിച്ച് ഒരു തീരുമാനവും വിജിലൻസ് എടുക്കാൻ കഴിയില്ല. അല്ല, പുറത്തിപ്പോൾ ധാരാളം കാര്യങ്ങൾ വരും. അങ്ങനെ ഇപ്പോൾ അതിൻ്റെ പേരിൽ വിജിലൻസിന് പരാതി അത് കിട്ടിക്കഴിയുമ്പോൾ അതിനെപ്പറ്റി എന്ത് വേണമെന്ന് വിജിലൻസ് ഡയറക്ടർ അത് ആലോചിക്കും. സോളാർ തട്ടിപ്പ് പ്രതി സരിതയുടെ മൊഴി അട്ടിമറിച്ചത് എജിയും നിയമ സെക്രട്ടറിയും ACJയും NV രാജുവും ചേർന്നാണെന്ന് PC ജോർജിന്റെ മൊഴി. ജോസ് കെ മാണിയുടെയും എറണാകുളത്തെ യുവ MLAയുടെയും പേരുകൾ സരിതയുടെ മൊഴിയിലുണ്ടായിരുന്നു. മൊഴി കേട്ട ACJയും നിയമ സെക്രട്ടറിയെ വിളിച്ചുവെന്നും സോളാർ കമ്മീഷന് മുൻപാകെ PC ജോർജ് പറഞ്ഞു. കോടതിയിൽ ACJയും NV രാജുവിന് മൊഴി നൽകവേ ജോസ് കെ മാണിയും യുവ MLAയും തന്നെ പീഡിപ്പിച്ചുവെന്ന് സരിത പറഞ്ഞിരുന്നു. ഇത് പുറത്തു വന്നാലുള്ള പ്രത്യാഘാതം മനസ്സിലാക്കിയ ACJയും NV രാജു ജുഡീഷ്യൽ അക്കാദമിയിൽ തൻ്റെ മേധാവിയായിരുന്ന ഇപ്പോഴത്തെ നിയമ സെക്രട്ടറി BG ഹരീന്ദ്രനാഥിനെ വിളിച്ചു. നിയമ സെക്രട്ടറി ഉടൻ തന്നെ AGയെ വിളിക്കുകയും AG ഇടപെട്ട് മൊഴി അട്ടിമറിക്കുകയായിരുന്നുവെന്നും PC ജോർജ് സോളാർ കമ്മീഷനെ അറിയിച്ചു. സരിതയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിൽ നടന്ന അഴിമതിയും വഴിവിട്ട സ്ത്രീബന്ധങ്ങളും അന്വേഷണ വിഷയമാകാതെ കടുത്ത പണമിടപാടുകളിൽ കേസ് അവസാനിച്ചത് വലിയ ഗൂഢാലോചനയാണെന്നും PC ജോർജ് പറഞ്ഞു. സരിതയുടെ പണമോ അല്ലെങ്കിൽ ശാരീരികമായോ എന്തെങ്കിലും തിരുവഞ്ചൂരാദർശനം പറ്റിയെന്ന് വിശ്വാസമില്ല. ബാക്കി അവിടെ കിടക്കട്ടെ. അവിടെ ശരീരവും പോയി, അവൾ പിരിച്ച കാശും പോയി, വഴി ആധാരം. ഇപ്പോൾ അവരെ എല്ലാം പേടിപ്പിച്ച് കാശ് മേടിച്ച് അവൾ കേസിൽ നിന്ന് മോചനം നേടിക്കൊണ്ടിരിക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ CCTV ഇല്ലാത്ത ഭാഗം ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്നും ഇത് സംബന്ധിച്ച തെളിവുകൾ ഹാജരാക്കുമെന്നും കേസിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്നും PC ജോർജ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ഓഫീസിൽ അവിടെ ഇരിക്കുന്നതല്ല എല്ലാവരും CCTVയാണ്. പക്ഷേ അതിനകത്തൊരു മുറിയുണ്ട്. അതിനകത്ത് എങ്ങനെ CCTV ഇല്ലല്ലോ. അതായത് ഞാനത് പറഞ്ഞ് എന്നാന്ന് ചോദിച്ചാൽ മുഴുവൻ സുതാര്യമാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ സുതാര്യം അല്ലാത്തവരിടമുണ്ട്. മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ജനങ്ങളൊന്നും അറിയണ്ടേ. ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെതിരെ ദില്ലിയിൽ ആം ആദ്മി പാർട്ടി നടത്തിയ റാലിക്കിടെ കർഷകൻ ആത്മഹത്യ ചെയ്തു. രാജസ്ഥാനിൽ നിന്നുള്ള കർഷകൻ ഗജേന്ദ്രയാണ് മരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്. കർഷകൻ മരത്തിന് മുകളിൽ നിന്നും ചാടി മരണത്തെ മുഖാമുഖം കണ്ട ഘട്ടത്തിൽ കെജ്രിവാൾ എന്തുകൊണ്ട് റാലി നിർത്തിയില്ലെന്ന് BJPയും കോൺഗ്രസും ചോദിച്ചു. അതേസമയം കർഷകന്റെ ആത്മഹത്യയിൽ വിശദമായ അന്വേഷണത്തിന് ദില്ലി പോലീസ് കമ്മീഷണർ ഉത്തരവിട്ടു. ഭൂമി ഏറ്റെടുക്കൽ ബിൽ പാർലമെന്റിന്റെ ഈ സമ്മേളന കാലഘട്ടത്തിൽ തന്നെ പാസാക്കിയെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് BJP. അതേസമയം ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ആം ആദ്മി പാർട്ടിയും. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും റാലിയിൽ പങ്കെടുക്കാൻ നിരവധി കർഷകരാണ് ദില്ലിയിലെ ജന്തർ മന്ദറിലെത്തിയത്. നേരത്തെ തന്നെ രാജസ്ഥാനിൽ നിന്നും എത്തിയ ഒരു കർഷകൻ മരത്തിന് മുകളിൽ കയറി സ്ഥാനം പിടിച്ചിരുന്നു. വൻ ജനക്കൂട്ടമായതിനാൽ കേജ്രിവാളിനെ കാണാനുള്ള ആവേശത്തിൽ മരത്തിൽ കയറിയതാണെന്നാണ് ഏവരും കരുതിയിരുന്നത്. റാലിയെ അഭിസംബോധന ചെയ്യാൻ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വേദിയിലെത്തിയപ്പോൾ മരത്തിന് മുകളിലുണ്ടായിരുന്ന കർഷകൻ കഴുത്തിൽ കുരുക്കിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തോട് താഴെ ഇറങ്ങാൻ AAP നേതാക്കൾ ആവശ്യപ്പെട്ടു. ചിലർ മരത്തിൽ കയറി അദ്ദേഹത്തിന്റെ കഴുത്തിലെ കുരുക്കഴിക്കാൻ ശ്രമിക്കുന്നതിനിടെ കർഷകൻ താഴെ വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഇയാളെ അടുത്തുള്ള RML ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് ഇയാൾ മരണത്തിന് കീഴടങ്ങി. മരത്തിന് മുകളിലുള്ള കർഷകനെ താഴെ ഇറക്കാൻ താൻ പോലീസിനോട് പറഞ്ഞിരുന്നെന്നും എന്നാൽ ദില്ലി പോലീസ് അത് ചെവിക്കൊണ്ടില്ലെന്നും പിന്നീട് റാലിയിൽ സംസാരിച്ച കെജ്രിവാൾ പറഞ്ഞു. കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ കോൺഗ്രസും BJPയും രംഗത്തെത്തി. മരത്തിന് മുകളിൽ നിന്ന് ചാടിയ കർഷകൻ മരണത്തെ മുഖാമുഖം നേരിട്ട ഘട്ടത്തിൽ പോലും റാലി നിർത്തിവെച്ച് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ആം ആദ്മി തയ്യാറായില്ലെന്ന് കോൺഗ്രസും BJPയും ആരോപിച്ചു. അതേസമയം കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ദില്ലി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. തുടർന്ന് വിശദമായ അന്വേഷണത്തിന് ദില്ലി പോലീസ് കമ്മീഷണർ ബസ്സി ഉത്തരവിടുകയും ചെയ്തു. ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ബിജേഷ് നടുവിൽ.